ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒത്തിരി ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ ആബ്സെൻ്റ് ആണ്. ചിലർ ഡ്യൂട്ടി നിമിത്തം ആബ്സെൻ്റ് ആയിരിക്കുന്നു, ചില രോഗികളായിട്ട്, ചില ഫാമിലീസൊക്കെ ആരോഗ്യത്താൽ ഭാരപ്പെട്ട് ആബ്സെൻ്റ് ആയിരിക്കുന്നു. അങ്ങനെ പല റീസൺസ് കൊണ്ട് പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, രോഗികൾക്ക് സൗഖ്യം നൽകട്ടെ. ഡ്യൂട്ടിയിൽ എക്സംഷൻസൊക്കെ സൺഡേയിൽ ലഭിക്കുവാൻ ആമേൻ. മാനേജേഴ്സൊക്കെ ഡ്യൂട്ടിയൊക്കെ അങ്ങനെ ആഗ്രഹിക്കുകയും റിക്വസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ ലഭിക്കാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും, കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സൺഡേ വർഷിപ്പിൽ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് ബി അറ്റൻറ്റീവ്. വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആർ യു ഓൾ റെഡി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-34 വാക്യങ്ങളിലേക്ക് തിരിക്കാം. മാത്യു chapter 6 verses 33 and 34. Matthew chapter 6 verses 33 and 34. Praise the Lord. Hallelujah. Amen. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയിൽ, കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ദൈവവചനം ചിന്തിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുകയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്യാരക്ടർ കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മുടെ സ്വഭാവം അനുരൂപമാകപ്പെടണം. അതായിരുന്നു സന്ദേശം. നമ്മൾ വിശുദ്ധന്മാരെന്ന പദവിയിൽ നമ്മളെ ദൈവം ആക്കി വച്ചിരിക്കുന്നു. ദൈവമക്കൾ എന്ന പദവിയിൽ ആക്കി വച്ചിരിക്കുന്നു. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ല. പെർഫെക്ഷനിലേക്ക് ദൈവകൃപയാൽ നമ്മൾ മുൻപോട്ട് പോകണം. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാകണം. ആ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് സ്തോത്ര ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. We have to grow spiritually. നമുക്കൊരു ആത്മീക വളർച്ച ഉണ്ടാകണം. ആമേൻ. Our children are growing because they are eating food, isn't it? Drinking water. Hallelujah. Some are eating junk food only. No, you have to eat. Amen. All the food, vegetables, fruits, everything. Okay. So we are meditating the word of God. We are, amen, when we eat, when we meditate the word of God, we will be nourished. We will get spiritual growth. When we walk with Jesus, we will get spiritual growth. കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരായി തീരണം. നമ്മൾ വിശുദ്ധന്മാരെന്ന പദവിയിലാണ്. നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി മാറ്റപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനം അതേ സെർമൺ ഓൺ ദി മൗണ്ട് അഥവാ പർവ്വത പ്രസംഗത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ വായിച്ചു. ഫസ്റ്റ് യു seek first his kingdom and his righteousness, and all these things will be given to you as well. Praise the Lord. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗം, സെർമൺ ഓൺ ദി മൗണ്ട്, ചാപ്റ്റേഴ്സ് 5-7, 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ അവൻ പർവ്വതത്തിലേക്ക് കയറി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് സംസാരിച്ചു. ബിയാറ്റിറ്റ്യൂഡ്സ്, അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നു. He was reinterpreting the Old Testament commandments. പഴയ നിയമ കൽപ്പനകളെ അവൻ പുനർവ്യാഖ്യാനം ചെയ്യുന്നു. You are the light of the world, you are the salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നു. നിങ്ങളുടെ പ്രവർത്തികൾ. ഹല്ലേലൂയ. പിന്നീട് കർത്താവ് ചില കാര്യങ്ങളോട് പഠിപ്പിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ
ഹൗ ടു ഗിവ് ആംസ്, മറ്റുള്ളവർക്ക് എങ്ങനെ ഭിക്ഷ കൊടുക്കണം, എങ്ങനെ കൊടുക്കരുത്, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്. ഹൗ ടു ഗിവ് ആംസ്, ഹൗ ടു പ്രേ, ഹൗ ടു ഫാസ്റ്റ്, എങ്ങനെ ഉപവസിക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് യൂത്ത് വർഷിപ്പിൽ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയറിനെ കുറിച്ച് കേട്ടു. കർത്താവ് പറയുന്നു ഹൗ ടു ഫാസ്റ്റ്, ഹൗ ടു പ്രേ. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെ കർത്താവ് പഠിപ്പിക്കുക. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. യുവർ ട്രഷർ മസ്റ്റ് ബി ഇൻ ഹെവൻ. അവിടെ എന്താ പ്രത്യേകത? പുഴുവില്ല, തുരുമ്പില്ല, അവിടെ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അല്ലേ? ഓവറായിട്ട് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി കരുതലുള്ളവനാണ്. God cares for his creation. കർത്താവിൻ്റെ കരുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറയുന്നു. ആകാശത്തിലെ പറവകളെക്കുറിച്ച് പറയുന്നു. സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. താമര, വയലിലെ താമരയെക്കുറിച്ച് പറയുന്നു, പുല്ലിനെക്കുറിച്ച് പറയുന്നു. ശ്രദ്ധിക്കണേ, ആകാശത്തിലെ പറവ അതിന് തിന്നാനുള്ളതൊന്നും സ്വരുക്കൂട്ടി വെക്കുന്നില്ല, പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് അവയ്ക്ക് വേണ്ടി കരുതുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ. വയലിലെ താമരയെ, പുല്ലിനെ ദൈവം എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചമച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ് വന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഫസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് അൺടു യു. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി ദൈവമായിരിക്കണം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതാകരുത് നിങ്ങളുടെ പ്രയോറിറ്റി. ദൈവവും ദൈവരാജ്യവുമാകണം നിങ്ങളുടെ പ്രയോറിറ്റി. അതാ കർത്താവ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി കർത്താവാകണം. ലോകപ്രകാരമുള്ള കാര്യങ്ങളല്ല, ദൈവരാജ്യമായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. സ്തോത്രം. അതാ കർത്താവ് അവിടെ പറയുന്നത്. എന്നാൽ പിന്നെ പാസ്റ്ററെ നാളെ തൊട്ട് ജോലിക്കൊന്നും പോകണ്ടല്ലോ. അങ്ങനെയല്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയല്ല. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലിയും കർത്താവ് നമുക്ക് തരുന്നെങ്കിൽ നമ്മൾ പോയി ജോലി ചെയ്യണം. ഹല്ലേലൂയ. ജോലിയില്ലാത്തവർ ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ജോലി നൽകട്ടെ. ആരോഗ്യം ദൈവം നമുക്ക് തരുന്നു, ജോലി നമുക്ക് തരുന്നു, അല്ല, ദൈവം ഓരോ സോഴ്സസിലൂടെ നമ്മളെ ബ്ലെസ് ചെയ്യുന്നു. God uses the sources to bless you. ജോലിക്ക് പോകണം. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ തന്നെ, നമ്മൾ അധ്വാനിക്കുമ്പോൾ തന്നെ, നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രയോറിറ്റി, നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം, അവിടെയാ വിഷയം. അതാ കർത്താവ് പറയുന്നത്. ജോലി ചെയ്യില്ലെന്നോ, ജോലിക്ക് പോകില്ലെന്നോ, വീട്ടിൽ ചുമ്മാ അത് ഫസ്റ്റ് സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കണമെന്നല്ല കർത്താവ് പറയുന്നത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഹല്ലേലൂയ, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവഹിതപ്രകാരം നമ്മൾ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ പ്രയോറിറ്റിയാണ് വിഷയം. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സ്തോത്രം. അതായത് നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ സാമ്പത്തിക നന്മകൾ ഉണ്ടാക്കുന്നു. സ്തോത്രം. അത് നമ്മൾ ലോകപ്രകാരമുള്ള
മോഹങ്ങൾക്കൊത്തവണ്ണം, ലോകമോഹങ്ങൾക്ക് വേണ്ടി, if you are spending the hard-earned money for the worldly pleasures, which is against the will of God, then that will not please God. അത് ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ ലോകത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാകുന്നില്ല. എന്നാൽ നമുക്ക് ലഭിച്ച ജോലി, നമുക്ക് ലഭിക്കുന്ന സാമ്പത്തികം, നമുക്ക് ദൈവം നൽകുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ, what the word of God says, ഇവിടെ വചനത്തിനകത്തിലെല്ലാം ഉണ്ട്. വചനത്തിനകത്തിലെല്ലാം ഉണ്ട്. ദൈവവചനം പറയുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, when we spend money according to the word of God, then നമ്മൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, സ്തോത്രം, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ഹല്ലേലൂയ, സെക്കൻഡറി ആണ്. മറ്റെല്ലാം സെക്കൻഡറി. ഫസ്റ്റ് ദൈവരാജ്യം. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം, വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവരാജ്യം എന്താ? ബ്രോഡ്ലി പറയുവാണെങ്കിൽ, ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും രാജാതിരാജാവുമായി വാഴുന്നു. സകലത്തിന്മേലും അവൻ അധികാരമുണ്ട്. സകലത്തിൻ്റെയും അധിപതി അവനാ, രാജാതിരാജാവ് അവനാ, സകലത്തെയും അവൻ ഭരിക്കുന്നു. എന്നാൽ സ്പിരിച്വലായിട്ട് നമ്മൾ പറയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നവ ഹൃദയത്തിൽ അവൻ രാജാവായി വാഴുകയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? അവൻ്റേത് സ്പിരിച്വൽ കിങ്ഡം ആണെന്ന് പറയാം. കർത്താവിൻ്റേത് ആത്മീക രാജ്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവരാജ്യം എന്ന് പറയുന്നതിന് ഒത്തിരി 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 തലങ്ങളുണ്ട്. ഒത്തിരി ദൈവരാജ്യം എന്ന് പറയുന്നത് ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി തലങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കുന്നു, അവൻ രാജാവായി വാഴുന്നു. നമ്മുടെ ലൈഫിനെ അവൻ ലോഡ്ഷിപ്പ്, അവൻ്റെ കർത്തൃത്വത്തിൽ നമ്മളായിരിക്കുമ്പോൾ, സ്തോത്രം. പിന്നെ അടുത്ത ഭാഗത്തിൽ വരുമ്പോൾ, ദൈവസഭ എന്ന് പറയുന്നത് പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് ഭാഗികമായ വെളിപ്പെടല ദൈവസഭ എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ദൈവമേ നിന്റെ രാജ്യം വരയണമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ പാർഷ്യലി മാത്രമേ എന്തുണ്ടായിട്ടുള്ളൂ? പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും. ഭാഗികമായി മാത്രമേ ദൈവരാജ്യം വെളിപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ശക്തിയോടുകൂടെ, അതിൻ്റെ യഥാർത്ഥമായ അളവിൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? കർത്താവായ യേശു ക്രിസ്തു ഇളകാത്തൊരു രാജ്യം സ്ഥാപിക്കും. അവൻ രാജാതിരാജാവായി വെളിപ്പെടും. അവൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളായി നാം ഓരോരുത്തരും ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ രാജാതിരാജാവായി വാഴും. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുമ്പോട്ട് വളരെ ശ്രദ്ധയോടിരിക്കണം. വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മൾ വചനം പഠിക്കുക, വചനം ധ്യാനിക്കുക. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുക. ഹല്ലേലൂയ. അപ്പോൾ ഈ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. ടു സീക്ക് ഗോഡ്സ് കിങ്ഡം ആൻഡ് റൈച്ചസ്നെസ് മീൻസ് ടു ലിവ് ഇൻ ദാറ്റ് ഓൺഗോയിങ് റിപ്പൻറ്റൻസ് ഫ്രം സിൻ ആൻഡ് ടു ലീഡ് ദ സിൻസിയർ ഫ്രം ദ ഹാർട്ട് ഡിവോട്ടഡ് ടു ഗോഡ് ലൈഫ് സ്റ്റൈൽ. ഹല്ലേലൂയ. ഓരോ ദിവസവും പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന, ഹൃദയംഗമായി സമർപ്പിക്കപ്പെട്ട, ഹാർട്ട് ഡിവോട്ടഡ് ടു ഗോഡ്, ഹൃദയംഗമായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് രാജ്യവും നീതി അന്വേഷിച്ചുകൊണ്ടുള്ള ജീവിതം. ഹല്ലേലൂയ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുട്ടിങ് ഗോഡ് ഫസ്റ്റ്, ദൈവത്തെ ഒന്നാമത് വെക്കുക. എല്ലാത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ വെക്കുന്നതാണ് മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞ ഒറ്റ കാര്യം.
സിമ്പിൾ വേർഡിൽ പറഞ്ഞാൽ ദൈവത്തെ മുമ്പിൽ വെക്കുക, എല്ലാത്തിനും മുമ്പിൽ ദൈവത്തെ വെക്കുക. ഹല്ലേലൂയ. അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റൂടെ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവും. ഹല്ലേലൂയ. സീക്ക് ദ തിങ്സ് ഓഫ് ഗോഡ് ആസ് എ പ്രയോറിറ്റി ഓവർ ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. സീക്ക് ദ തിങ്സ് ഓഫ് ഗോഡ് ആസ് എ പ്രയോറിറ്റി ഓവർ ദ തിങ്സ് ഓഫ് ദി വേൾഡ്. ഈ ലോകത്തിലുള്ളതിനേക്കാൾ ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഭൗതികമായ കാര്യങ്ങളെക്കാൾ ആത്മീകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതാണ് സ്തോത്രം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. കർത്താവ് പറഞ്ഞ എൻ്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ രാജ്യം ഐഹികമല്ല. പിന്നെന്താണ്? കർത്താവ് ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ കർത്താവ് പറയും അതിൻ്റെ അർത്ഥം എന്താ? മൈ കിങ്ഡം ഈസ് സ്പിരിച്വൽ എന്ന, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം സ്പിരിച്വലാണ്. പിന്നെ ദൈവരാജ്യം, റോമാലേഖനം പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും. വായിക്കാം, നമ്മൾ ചുമ്മാ ഇരുന്ന് ചിലപ്പോൾ ഉറക്കം വരും. ഹല്ലേലൂയ. ബൈബിൾ വായിക്കാം. റോമാലേഖനം 14, എല്ലാവരും എടുക്കണം. റോമാലേഖനം എടുത്തിട്ട് വായിച്ചിട്ട് മടക്കി വെക്കണം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17 ഓൺവേർഡ്സ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല. ദൈവരാജ്യം എന്തല്ല? സ്വതന്ത്രം. ദൈവമക്കളുടെ കൂട്ടായ്മ ഭക്ഷണവും പാനീയമൊക്കെ ഉണ്ട്. പക്ഷെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. പിന്നെന്താ? വാട്ട്? ആമേൻ. റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആത്മാവിൽ സന്തോഷിച്ചുള്ള ആമേൻ നീതിയും സമാധാനവും നിറഞ്ഞതാണ് ദൈവത്തിൻ്റെ രാജ്യം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ദൈവരാജ്യത്തിലോട്ട് എൻട്രൻസ് കിട്ടുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടിയത്? എങ്ങനെയാണ് ഈ രാജ്യത്തോട്ട് എൻട്രൻസ്? ഈ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത്, ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിൽ അഡൾട്ട്സ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും വിസ അടിച്ച് ഇങ്ങോട്ട് കയറി വന്നതാണ്. ആണോ? വിസ സ്റ്റാമ്പ് ചെയ്തപ്പോഴാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ആണോ? ബ്രദറിനെ കൊള്ളാൻ തോന്നുന്നു, ബ്രദർ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് ചുമ്മാ വിളിച്ച് പറഞ്ഞ് കയറി പോരുമായിരുന്നു. അല്ല, ഹല്ലേലൂയ, സിസ്റ്റർ കൊള്ളാം, ഞങ്ങളുടെ രാജ്യത്തിന് കൊള്ളാം, ഇങ്ങ് പോര്. സ്തോത്രം. ഇന്ത്യയിൽ ഇങ്ങ് താമസിക്കേണ്ടേ ആളല്ല. അങ്ങനെ ആരെങ്കിലും വന്നവരുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണണം കേട്ടോ, എനിക്കൂടെ അറിയാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ ഇവിടുത്തെ വിസ സ്റ്റാമ്പ് ചെയ്താൽ നമ്മൾ വന്നല്ലേ. അപ്പോൾ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടുന്നത്? ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് ദൈവരാജ്യത്തിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, സ്തോത്രം. അതാ നിക്കോദെമസിനോട് കർത്താവ് വെള്ളത്താലും ആത്മാവിനാലും, എങ്ങനെയാ വാക്യം അറിയത്തില്ലേ, പറഞ്ഞേ. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ആമേൻ. നമുക്കൊരു റീബർത്ത്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി ഈ ഭൂമിയിൽ ജനിച്ചു. പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു, ദൈവരാജ്യത്തിലും നമ്മൾ ജനിച്ചു. അതാ ബോൺ അഗെയിൻ. വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ അംഗങ്ങളായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ അംഗങ്ങളായിത്തീർന്ന നമ്മൾ, seek his kingdom and his righteousness, നമ്മൾ ദൈവരാജ്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു അത് പോരാ, എൻ്റെ രാജ്യം ഐഹികമല്ലാത്തത് കൊണ്ട് എൻ്റെ രാജ്യത്തിൽ നിങ്ങൾ കയറണമെങ്കിൽ നിങ്ങൾക്കൊരു വീണ്ടും ജനനമുണ്ടാകണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അങ്ങനെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചപ്പം നമ്മൾ ആ രാജ്യത്തിലായി. ഏത്? സ്പിരിച്വൽ കിങ്ഡത്തിലായി. ആ സ്പിരിച്വൽ കിങ്ഡത്തിലായ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ നീതിയുണ്ട്, പരീശന്മാരുടെ നീതിയുണ്ട്, ദൈവത്തിൻ്റെ നീതി, ഗോഡ്ലി പ്രിൻസിപ്പിൾസ്, ഗോഡ്ലി സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ അതന്വേഷിച്ച് അതിൻ പ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ സ്വർഗീയ പൗരന്മാരാന്നൊക്കെയാണ് പറയുന്നത്. വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. അങ്ങനെ തന്നെയാണ്. ശരിക്കും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടാണെങ്കിൽ വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. വി ഹാവ് ടു ലിവ് അക്കോർഡിംഗ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്.
വി ഹാവ് ടു ലിവ് അക്കോർഡിംഗ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. നമ്മളെ കാണുമ്പോൾ പറയണം, അവൻ ഇവരൊരു ദൈവ പൈതലാ. അവൻ മോശയെ കണ്ടപ്പോഴേ പറഞ്ഞു, മോശ കുഞ്ഞിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കാണുമ്പോൾ പറയണം, നമ്മുടെ സ്വഭാവം കാണുമ്പോൾ പറയണം, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ പറയണം, ആമേൻ, ഇവൻ ദൈവ പൈതലാണ്, ഇവൻ യേശുവിനെ പിൻപറ്റുന്നവനാണ്. You have to reveal it through your life, your character, your doings. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളും ലോകക്കാരും തമ്മിൽ വ്യത്യാസമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. Followers of Christ should prioritize living according to the principles he has been teaching. കർത്താവ് പഠിപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്. ലോകത്തിൻ്റെ നിയമങ്ങളല്ല കർത്തൃ നിയമങ്ങൾ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ല, ആമേൻ, യേശുവിൻ്റെ പ്രിൻസിപ്പിൾസ്. ആമേൻ, യേശുവിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കണം നമ്മുടേത്. കാരണം നമ്മൾ ലോകക്കാരല്ല. നമ്മൾ പാടാറുണ്ട്, ലോകം വേണ്ട എനിക്കൊന്നും. സ്തോത്രം. നമ്മൾ പാടാറുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ പാട്ടിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞാണോ പാടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. വാട്ടെവർ ഇറ്റ് ഈസ്. ഹല്ലേലൂയ. നമ്മളെന്തായാലും പാടുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ്, ആമേൻ, എല്ലാവരും ശ്രദ്ധിക്കണേ. പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യം എങ്ങനെ, ഹല്ലേലൂയ, ദൈവരാജ്യം, ആമേൻ, രാജ്യവും നീതിയും അന്വേഷിക്കുക. എങ്ങനെ പറഞ്ഞല്ലോ, ഗിവിങ് പ്രയോറിറ്റി ടു ദ പ്രയോറിറ്റി ടു ഗോഡ്. ദൈവത്തിന് എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും? അടുത്ത ഭാഗം പറയണം, നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യം. അതോടുകൂടി ഇതൊക്കെയും സ്തോത്രം, മിക്കവാറുള്ള പാസ്റ്റർമാരെല്ലാം അതാ പറയുന്നത്. കാരണം എല്ലാവർക്കും കേൾക്കാൻ സന്തോഷം അതാ. ഹല്ലേലൂയ. അതോടുകൂടി ഇതൊക്കെ കിട്ടും. ഹല്ലേലൂയ. ആമേൻ. അവനോടുകൂടെ സകലവും, സ്വന്തം പുത്രനെ ആദരിയാ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ. സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദോശയ്ക്ക് എത്ര രൂപ? 5 രൂപ. ഒരു ദോശയ്ക്ക് 5 രൂപ. സാമ്പാർ ഫ്രീയാ, എന്നാൽ കുറച്ച് സാമ്പാർ ഞാൻ തന്നേക്കാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ, സ്തോത്രം, കർത്താവിനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങളോട് നമുക്ക് താല്പര്യം. അപ്പം ശരിക്കും നമുക്ക് ബോൺ അഗൈൻ എക്സ്പീരിയൻസ് നമുക്ക് വന്നിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആയിരിക്കണം നമ്മുടെ ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിനും കേന്ദ്രം കർത്താവാകണം. യേശുവിനെ നമുക്ക് വേണം. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെല്ലാം. ആമേൻ. കർത്താവാണ് എൻ്റെ പ്രയോറിറ്റി. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? സ്തോത്രം. പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുടെ വേഗത്തിൽ പറഞ്ഞ് നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് മുമ്പേ അവരുടെ രാജ്യനീതി എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ വായിക്കാനിടയായി തീർന്നു. ഒരു ആർട്ടിക്കിൾ തന്നെ ടച്ച് ചെയ്യാനിടയായി തീർന്നു. അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും വചനവുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് എടുക്കാനൊക്കെ ഇടയായി തീർന്നു. അതിൽ നിന്ന് ചില കാര്യങ്ങളോട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്, കാരണം ഇതോടെ കണക്റ്റഡ് ആയതുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിന് മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പാൻ പറ്റും? സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് അവർ ഓഫ് ദ ഡേ, ഹല്ലേലൂയ, നമ്മൾ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പാൻ റെഡി ആയിട്ടിരിക്കുക. ഫസ്റ്റ് അവർ ഓഫ് ദ ഡേ കർത്താവിന് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? പോട്ടെ, ഫസ്റ്റ് അവർ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 15 minutes or half an hour നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറയുക, മുമ്പേ അവൻ്റെ രാജ്യനീതി, ഞാൻ മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടെ കിട്ടുന്ന എല്ലാം നമ്മൾ പ്രാപിക്കാൻ റെഡിയാ. ഹല്ലേലൂയ. ഫസ്റ്റ് അവർ ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു യാത്ര കുറയ്ക്കോ, ഒരു അരമണിക്കൂർ പോട്ടെ, 15 മിനിറ്റ് പോട്ടെ, 10 minutes പ്രാർത്ഥനയ്ക്കും വചനധ്യാനവും, സ്റ്റാർട്ടിങ് ദ ഡേ വിത്ത് ദ ലോർഡ്, കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ പറ്റൂ. അങ്ങനെ ആരംഭിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ദിനം ആരംഭിക്കുന്നവർക്കായി പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. എവറി ഡേ ഫസ്റ്റ് തിങ് ആഫ്റ്റർ വി വേക്ക് അപ്പ്, get alone with the Lord for at least, fill in the blanks, 15, 30 or 1 hour. First hour of the day. Next,
ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഏതാ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്? സൺഡേ. ആർ യു ഏബിൾ ടു ഗീവ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് ടു ദ ലോർഡ്? കർത്താവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും എല്ലാ സൺഡേയിലും ഇവിടെ വന്ന് ആരാധന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പ്രേ, ഗോഡ് വിൽ മേക്ക് എ വേ. പക്ഷേ ആരാധന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഡ്യൂട്ടി കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ബിക്കോസ് ഓഫ് യുവർ ഡ്യൂട്ടി. അന്നത്തെ ദിവസം രാവിലെ ഇന്ന് കർത്തൃ ദിവസമാണെന്ന് മനസ്സിലാക്കി, ആമേൻ, ചില സമയങ്ങൾ കൂടുതൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും വചനം ധ്യാനിച്ച് ബലത്തോടെ ഡ്യൂട്ടിക്ക് പോകാനും നമുക്ക് കഴിയത്തില്ലേ? If God is your priority, if the kingdom of God is your priority, if His righteousness is your priority, then you have to do that. If you have not yet done that, you just start doing that. It will be a blessing. അല്ലെങ്കിൽ പോട്ടെ, രാവിലെ പറ്റിയില്ല, തിരക്ക് കാരണം രാവിലെ ലേറ്റായി പോയി, എഴുന്നേറ്റപ്പോൾ എനിക്ക് അത്രയും സമയം കിട്ടില്ല, 5 മിനിറ്റ്സേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, പോവുക. തിരിച്ചു വന്നതിന് ശേഷം ഇന്ന് കർത്തൃ ദിവസമാണ്, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ പോയില്ല, ആരാധനയ്ക്ക് പോയില്ല, എനിക്ക് അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ ചില സമയങ്ങൾ ചെലവിടണമെന്ന് പറഞ്ഞ് രാത്രിയാമത്തിലാണെങ്കിലും ഹല്ലേലൂയ, ദൈവം നിന്റെ പ്രയോറിറ്റിയായി മാറ്റപ്പെടട്ടെ. ആ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. Third thing, Amen, give first 10% to the Lord. Amen. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ 10% കർത്താവിന് കൊടുക്കണം. ഫസ്റ്റ് 10% to the Lord. First hour of the day, first day of the week, first 10% of your income. Hallelujah. അബ്രഹാമാ തുടങ്ങിയതല്ലേ? അബ്രഹാം തുടങ്ങി, ദശാംശം കൊടുക്കാൻ തുടങ്ങി. അതിങ്ങനെ ഹല്ലേലൂയ, ലേവ്യർക്ക് ദശാംശം കൊടുത്തു. ദൈവത്തിൻ്റെ മലാഖിയിൽ വരുമ്പോഴത്തെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. When you do that, when you separate the 10% of your income, hallelujah, you are coming into the financial system of God, not of this world. ഈ ലോകത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് കറപ്റ്റാണ്, സിൻ, പാപത്തിൻ്റെ അധീനമാണ്. എന്ന് പറഞ്ഞാൽ ശാപത്തിൻ്റെ അധീനത്തിൽ കിടക്കുകയെ. കാരണം ആദാമ്യ ശാപത്തിന് പിന്തുടർച്ച അതിലുമുണ്ട്. എന്നാൽ when you obey the commandment of God, നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ you are coming into the financial system of God. ദൈവത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിലേക്ക് നീ വരുക, നമ്മൾ വരുക, ഞാൻ വരുക, നമ്മൾ വരുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ആമേൻ. ഒരു വാക്യം വായിക്കാം, മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. മലാക്കി ചാപ്റ്റർ 3 വേഴ്സസ് 8 to 12 ഒന്ന് വായിക്കാമോ? മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കാമോ? നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ശാപഗ്രസ്തരാകുന്നു. അടുത്ത ഭാഗം, ആമേൻ. ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ ശാപഗ്രസ്തരായി തീരുന്നു എന്ന് പറയുന്നു. അടുത്തത് നെക്സ്റ്റ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അടുത്തത്, എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മുമ്പേ പറഞ്ഞു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു, നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഇവിടെ പറയുക, നിങ്ങളിത് ആലയത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ആമേൻ. ദശാംശം കൊടുക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനോട് ദൈവം പറയുന്ന കൽപ്പനയാണ്, ദൈവം പറയുന്നതാണ്. Hallelujah. First hour of the day, first day of the week, 10%, the first 10% of what you are earning. Hallelujah. ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ ദൈവത്തോട് നിങ്ങൾ കടക്കാരായി തീരുകയാണ്. ഹല്ലേലൂയ. ദൈവം പറയാം, നിങ്ങൾ കൊടുത്താൽ സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞാൻ വിശ്വസ്തന. ഇന്ന് വരെ അത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ നമുക്കത് ചെയ്യാൻ തുടങ്ങാം. ആമേൻ. സെപ്പറേറ്റ് ഫോർ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കി ചെലവഴിക്കാം. ഹല്ലേലൂയ. സഹോദരൻ, ചില ദൈവദാസന്മാരൊക്കെ ടെസ്റ്റിമണി പറയുന്നിട്ട് അവർ ഒരു സെപ്പറേറ്റ് ബോക്സ് തന്നെ വെച്ചിട്ടുണ്ട് കർത്താവിനുള്ളത് ഇടാൻ. ഹല്ലേലൂയ. സെപ്പറേറ്റ് ബോക്സ് തന്നെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കർത്താവിനുള്ളത് ഇടാൻ വേണ്ടിയിട്ട്. ആമേ. സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ആമേ. ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ ഉണ്ട് ദശാംശം ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റിൽ മാറ്റി വെക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ഓരോരുത്തരുടെ ഡിസിഷനാണ്. ഇറ്റ്സ് അപ് ടു യു. അത് ഓരോരുത്തരുടെ ഡിസിഷനാണ്. ഹല്ലേലൂയ. അത് ദൈവവും നിങ്ങളുമായിട്ടുള്ള കാര്യമാണ്, ദൈവവും നമ്മളുമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഗോഡ്സ് പ്രയോറിറ്റീസ് ഓവർ യുവേഴ്സ്. നിങ്ങളുടെ പ്രയോറിറ്റിയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ പ്രയോറിറ്റി നമ്മൾ കണക്കിടണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എത്രമാത്രം ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, എത്രമാത്രം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഇന്ന് കുളിക്കണോ വേണ്ടായോ? സ്തോത്രം. പല്ല് തേക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ണടച്ചാ പറയുന്നത്, ആരെയും നോക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ ഏത് കളർ ഡ്രസ്സ് ഇടണം? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് യൂബറിന് പോകണോ അതോ നമ്മുടെ വണ്ടിക്ക് പോകണോ? സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ നോർമൽ ഡിസിഷൻസാണ്, നോർമൽ കാര്യങ്ങൾ അല്ലേ, നോർമൽ കാര്യങ്ങൾ. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അല്ലേ, ഇതിനകത്ത് ഒത്തിരി ഡിസിഷൻസ് ഉണ്ട്. ആമേൻ. ടി വി കാണണോ അതോ പ്രാർത്ഥിക്കണോ? ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ. മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണോ? മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, ഇങ്ങനെ അടുത്ത ന്യൂസ്, അടുത്ത നമ്മൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണോ അതോ പ്രാർത്ഥിക്കണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ദിവസവും വി ആർ ടേക്കിംഗ് ഹൺഡ്രഡ്സ് ഓഫ് ഡിസിഷൻസ് അല്ലേ. ഹല്ലേലൂയ. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇന്ന് എന്ത് കുക്ക് ചെയ്യണം, ചിക്കൻ കുക്ക് ചെയ്യണോ, മട്ടൺ കുക്ക് ചെയ്യണോ? ഹല്ലേലൂയ. അടുപ്പ് കത്തിക്കണോ വേണ്ടായോ? ഹല്ലേലൂയ. ഇന്ന് ബ്രെഡ് കഴിച്ചാൽ മതിയോ, ജാം കഴിക്കണോ, ബ്രെഡിൻ്റെ കൂടെ ബട്ടർ കഴിക്കണോ? നമ്മൾ എന്തെല്ലാം തീരുമാനങ്ങൾ. അയ്യോ, ഹൺഡ്രഡ്സ് ഓഫ് ഡിസിഷൻസ്. ഓക്കെ, ഗുഡ്. You can take your decisions, but some decisions are very much connected to God and the priorities of God. ആ തീരുമാനങ്ങളിൽ വരുമ്പോൾ you have to prioritize. എന്താ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ദൈവസംബന്ധമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ആമേൻ. Is my decision in alignment with the word of God? Hallelujah. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും എന്നോട് പിണങ്ങത്തില്ലെന്ന് വിശ്വസിക്കും. ഞാനല്ല പിന്നെ ആര് പറയാനാ? ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്ററായിട്ട് ഞാനാണല്ലോ, അപ്പം ഞാനല്ലാതെ പിന്നെ വേറെ ആര് പറയാനാ? നമ്മുടെ തീരുമാനം ദൈവത്തിൻ്റെ വചനത്തോട് അലൈനായി പോകുന്ന തീരുമാനങ്ങളാണോ? ചില കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓക്കെ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വരുമ്പോൾ അത് ദൈവിക സംബന്ധമായ വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നതാ. മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് പറയുക. ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. നമ്മൾ പല കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. പ്രയോറിറ്റി. ചില തീരുമാനങ്ങൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളിന്ന് ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ, സ്പിരിച്വൽ ലൈഫുമായിട്ട് അതൊരു കണക്ഷൻ വരുന്നില്ല. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലായി? നിങ്ങൾ നെഗറ്റീവ്ലി കാട് കയറി ചിന്തിച്ച് വേറെ ഒന്നും ചിന്തിച്ച് കൂട്ടല്ലേ. ഞാൻ പറയുന്നതിനപ്പുറം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾ ചിന്തിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാവൂ, ഓവർ തിങ്ക് ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ പ്ലെയിൻലി പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എടുക്കാവൂ. അതിനപ്പുറത്ത് ഞാനൊന്നും ചിന്തിക്കുന്നില്ല, നിങ്ങളും ചിന്തിക്കരുത്. നമ്മുടെ ഡിസിഷൻസ്. ഹല്ലേലൂയ. നമ്മുടെ പ്രയോറിറ്റീസ്.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാവിലെ ചർച്ചിൽ പോകാനും ചർച്ചിൽ പോകാതിരിക്കാനും നമുക്ക് ഓപ്ഷനുണ്ട്. ഹല്ലേലൂയ. ചർച്ചിൽ പോയില്ലെങ്കിൽ പാസ്റ്റർ ഇന്ന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്ന് സുഖമില്ലായിരുന്നു, നമുക്ക് പറയാം. ഹല്ലേലൂയ. ദൈവം അറിയുന്നു നമ്മുടെ ഡിസിഷൻസ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ഡിസിഷൻസ്, ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ. ആമേൻ. ഓരോ തീരുമാനം എടുക്കുമ്പോഴും ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ഈസ് ഇറ്റ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനത്തോട് ചേർന്ന് പോകുന്നതാണോ എൻ്റെ ഈ തീരുമാനം? ആം ഐ ഗിവിംഗ് പ്രയോറിറ്റി ടു ദ ലോർഡ്? കർത്താവിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അതോ എൻ്റെ തീരുമാനമാണോ? കർത്താവിനെ നമ്മൾ ആമേൻ. അടുത്ത ഭാഗം, അടുത്തൊരു കാര്യം. ഹല്ലേലൂയ. ഹിസ് വോയിസ് ഓവർ യുവർ ഫ്ലഷ്. ട്രെയിൻ yourself to obey God's commandments instead of listening to your own flesh. Train, വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, കുഴപ്പമില്ല. Train yourself to obey God's commandment over or instead of listening to your own flesh. ഹല്ലേലൂയ. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള അവിടെ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ആമേൻ. യെശയ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഐസയ്യാ chapter 30 verse 21. ഹല്ലേലൂയ. ആമേൻ. Whether you turn to the right or to the left, your ears will hear a voice behind you saying, this is the way, walk in it. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് നിങ്ങളുടെ പിറകിൽ നിന്ന് കേൾക്കും. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 32:8. ആമേൻ. Psalms 32 verse 8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഐ വിൽ കൗൺസിൽ യു ആൻഡ് വാച്ച് ഓവർ യു. പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. ദൈവ ശബ്ദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ജഡം വചനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, I can't do this because I am a child of God. I can't listen to that because I am a child of God. I can't watch that because I am a child of God. ഞാനത് കാണാൻ പാടില്ല. മൊബൈൽ എൻ്റെതാ. ആമേൻ. വൈഫൈക്ക് ഞാനാ കാശ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. മൊബൈൽ എൻ്റെതാ, അതിൻ്റെ പൈസ ഞാനാ കൊടുത്തത്. വൈഫൈയുടെ പേയ്മെൻറ്റ് ഞാനാ അടയ്ക്കുന്നത്, എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ ഹല്ലേലൂയ, എല്ലാം കാണാൻ നിനക്ക് പെർമിഷൻ ഇല്ല. ബിക്കോസ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിന്റെ ഫ്ലഷ്, നിന്റെ ജഡം നിന്നെ ദൈവവചനത്തിന് വിരോധമായ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ പറയണം, ഐ കാൺട് ഡു ദാറ്റ് ബിക്കോസ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. എന്നൊരു ദൈവ പൈതല. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ കാൺ ഡു ദാറ്റ്. ഐ കാൺ ലിസൺ ദാറ്റ്. ഐ കാൺ ലിസൺ ദാറ്റ് മ്യൂസിക്. ഐ കാൺ സൈറ്റാനിക് മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഐ കാൺ ലിസൺ ടു ദാറ്റ് മ്യൂസിക്. ഐ കാൺ ലിസൺ, ഐ കാൺ വാച്ച് ദാറ്റ്. അതെനിക്ക് കാണാൻ പറ്റത്തില്ല. അത് യങ്സ്റ്റേഴ്സ് എന്നൊന്നും മാത്രമില്ല. ആമേൻ, യങ് ആണെങ്കിലും അഡൾട്ട് ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും എല്ലാവർക്കും ജഡമുണ്ട്, ജഡമോഹങ്ങൾ ആമേൻ നമ്മുടെ അകത്ത് വരാം. നോട്ട് ഓൺലി ടു ദ യങ്സ്റ്റേഴ്സ്, എല്ലാവർക്കും, എവ്രി വൺ, ബിക്കോസ് വി ആർ സബ്ജക്റ്റഡ് ടു ആമേൻ ദിസ് വേൾഡ്. അല്ലെങ്കിൽ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോട്ട് സബ്ജക്റ്റഡ് ടു, ബട്ട് വി ആർ ലിവിങ് ഇൻ ദിസ് ഫ്ലഷ്, ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആമേൻ ദൈവ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയട്ടെ. അടുത്തത്, ആമേൻ, സെപ്പറേറ്റ് സം ഡേയ്സ് ആൻഡ് സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇഫ് യു റിയലി വാണ്ട് ടു ആമേൻ സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്, യഥാർത്ഥമായി ദൈവരാജ്യത്തെ മുൻപിൽ വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫാസ്റ്റ് ആൻഡ് പ്രേ. നമ്മൾ ഇന്ന് രാവിലെയും കേട്ടു, ഫാസ്റ്റ് ആൻഡ് പ്രേ. യൂത്ത് മീറ്റിങ്ങിലും കേട്ടു, ഫാസ്റ്റ് ആൻഡ് പ്രേ. ഹല്ലേലൂയ. ആമേൻ. അവിടെ എന്താ ചെയ്യുന്നത്? ഗോഡ് ഓവർ യുവർ ഫുഡ്. വെൻ യു സാക്രിഫൈസ് യുവർ ഫുഡ്, നീ കഴിക്കാതിരിക്കുന്ന ഫുഡ് ഇല്ലാഞ്ഞിട്ടല്ല.
വീട്ടിൽ ഫുഡ് ഇല്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം പോലെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് മേടിക്കാനുള്ള പൈസയുണ്ട്, ഫുഡ് മേടിക്കാനുള്ള പൈസ കുറവൊന്നുമില്ല. പക്ഷേ യു ആർ ഡിസൈഡിങ്, യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ, ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, ഐ എം സാക്രിഫൈസിങ് ഫുഡ്, ഐ വാണ്ട് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. യു ആർ സാക്രിഫൈസിങ് യുവർ ഫ്ലഷിനെ നമ്മൾ അബലപ്പെടുത്തുകയാണ്. ഫ്ലഷിന് വേണ്ടത്, നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ഫുഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ദിവസം ശരീരത്തിന് വേണ്ടത് കൊടുക്കാതെ ആത്മാവിന് വേണ്ടത് കൊടുക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നിങ്ങൾ ഒത്തിരി സ്പിരിച്വൽ ലൈഫിൽ ഒത്തിരി ടയർഡാണെന്ന് തോന്നുമ്പോൾ, കർത്താവിൽ നിന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, കർത്താവിനോടൊരു കണക്ഷൻ ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ, സെപ്പറേറ്റ്സ് എ ഡേ ഓർ സം ഡേയ്സ് ആൻഡ് സിറ്റ് ഇൻ ദ പ്രസൻസ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. സ്പിരിച്വലി ഡള്ളായിട്ട് തോന്നുമ്പോൾ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒരു കണക്ഷൻ നഷ്ടപ്പെട്ട പോലെ, ഹല്ലേലൂയ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ, യു ഡോണ്ട് ഫീൽ എനിത്തിങ്. വർഷിപ്പ് ആ ഗുഡ്, ഗോയിങ്, സിറ്റിംഗ്, അല്ലേ, എന്താ, വന്നു ഇരുന്നു പോയി. ഹല്ലേലൂയ. വന്നു ഇരുന്നു കേട്ടു പോയി. ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഫീൽ ചെയ്യാൻ. സിറ്റ് ആൻഡ് പ്രേ, ഫാസ്റ്റ് ആൻഡ് പ്രേ. ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന്, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ അകത്തൊന്നും സംഭവിക്കുന്നില്ല, പിന്നല്ലേ പുറത്ത് ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. സിറ്റ് ഫാസ്റ്റ് ആൻഡ് പ്രേ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ കർത്താവിന് പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ, അടുത്ത ഭാഗം കൂടെ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിലുള്ള കാര്യം അടുത്ത ഭാഗത്തിൽ പറയുകയാണ്. ആമേൻ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. ഇങ്ങനെ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെയും, എന്തൊക്കെയും നിങ്ങൾ വിചാരപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വിചാരപ്പെടണ്ട, അത് ഓട്ടോമാറ്റിക്കലി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഗുഡ്നസ് ആൻഡ് mercy shall follow me all the days of my life. I will follow my Lord. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയെ പിൻപറ്റും. അവൻ മുമ്പേ ഞാൻ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ കിട്ടുമെന്ന്. ഏതൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി പറയുമല്ല. പ്രോസ്പെരിറ്റി തിയോളജിക്ക് വേണ്ടി ഇത് എടുക്കുന്നവരുണ്ട്. അവർക്ക് പിന്നെ കഷ്ടതയൊന്നുമില്ല, സമൃദ്ധി മാത്രമേ ഉള്ളൂ. എവറിത്തിങ് ഈസ് സമൃദ്ധി മാത്രമേ ഉള്ളൂ, കഷ്ടതയൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്നില്ല ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ നീ ദൈവരാജ്യം അന്വേഷിക്കാൻ തയ്യാറായാൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവശബ്ദത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ആമേൻ. മോശയിലൂടെ ദൈവം സംസാരിച്ചു, നിങ്ങൾ പുറപ്പെടണം, കനാനിലേക്ക് പുറപ്പെടണം. അവർ ദൈവശബ്ദം അനുസരിച്ച് മുൻപോട്ട് നീങ്ങിയപ്പോൾ മരുഭൂമിയിൽ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി കരുതുവാനിടയായി തീർന്നു. എന്താ കരുതിയത്? നമ്മൾ വായിച്ചല്ലേ, എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്തുടുക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവിടെ പാറയെ പിളർന്ന് അവർക്ക് വെള്ളം കൊടുക്കുവാനിടയായി തീർന്നു. ആകാശം തുറന്ന് അവർക്ക് മന്ന നൽകുവാനിടയായി തീർന്നു. 1-2 വർഷമല്ല കേട്ടോ. ഹല്ലേലൂയ. കനാനിൽ എത്തുവോൾ, അല്ലെങ്കിൽ അവർക്ക് നന്മ ലഭിക്കുന്ന കാലത്തോളം സ്വർഗത്തിന്റെ വാതിലിനെ തുറന്ന് ദൈവരെ പോഷിപ്പിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, അവർ പുറപ്പെട്ടതിന് 2-ാം മാസം 15-ാം തീയതി എല്ലാം തീർന്നുപോയി. ഹല്ലേലൂയ. അവരുടെ കയ്യിലുള്ള കരുതലുകളെല്ലാം തീർന്നു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ ഓപ്പണായി. അതൊരിക്കലും തീർന്നു പോകുന്നതല്ല. ഹല്ലേലൂയ. അവർ ദൈവശബ്ദം അനുസരിച്ച് ഇറങ്ങിത്തിരിച്ചു. അവരെ ലജ്ജയ്ക്കും നിന്ദയ്ക്കും ദൈവം ഏൽപ്പിച്ചില്ല. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്യം അതിനോട് ചേർന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 29:4. ഹല്ലേലൂയ. വേഗത്തിൽ നിർത്താൻ പോവുകയാണ്, നമ്മുടെ സമയം. ഇന്ന് യൂത്ത് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് 1 o'clock വരെ ഉണ്ടല്ലോ. ഞാൻ സ്തോത്രം വേഗത്തിൽ നിർത്താം. 29:4. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചു പോയില്ല. നിങ്ങളുടെ വസ്ത്രത്തിന് വേണ്ടി കരുതലുള്ള ദൈവം, നിങ്ങളുടെ കാലിലെ ചെരുപ്പ് പഴകിയില്ല. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവം.
മതി. ഹല്ലേലൂയ. നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചില്ല, ചെരുപ്പ് പഴകിയില്ല. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും വസ്ത്രം ഇട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ. അവർക്ക് പ്രായഭാവത്തിൽ ഓരോ വർഷം കഴിയും തോറും എത്രയോ വർഷങ്ങളാണ് മരുഭൂമി നടന്നത്. അപ്പോൾ അവരുടെ വസ്ത്രം എങ്ങനെയാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത്? അവർ വളർന്നപ്പം അവരുടെ കൂടെ അവരുടെ വസ്ത്രവും വളർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ! ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനാ, എത്ര ശ്രേഷ്ഠനാ, എത്ര ഉന്നതനാ. നമ്മൾ ദൈവകാര്യം നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിച്ചാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ പ്രയോറിറ്റി ആകുമ്പോൾ നീ ദൈവത്തിന്റെ പ്രയോറിറ്റി ആയി മാറും. When God is your priority, you will be his priority. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു? ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് പ്രാധാന്യം കൊടുക്കണം. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കെരീത്തിലേക്ക് പോ. കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, കാരണം നീ എൻ്റെ അരുളപ്പാട് ആഹാബിനോട് അറിയിച്ചത്, ഞാൻ പറഞ്ഞത് എൻ്റെ ഹിതമാ നീ ആഹാബിനോട് അറിയിച്ചത്, നിനക്ക് വേണ്ടി കരുതാൻ ഞാൻ മതിയായവനാ. ഹല്ലേലൂയ. കെരീത്ത് വറ്റാറായി പറഞ്ഞു, നീ സാരാഫത്തിലേക്ക് പോ, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവേ, നീ ദൈവത്തിന്റെ കാര്യം നോക്കുന്നവനാണെങ്കിൽ നിന്റെ കാര്യം നോക്കുവാൻ നിന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആമേൻ ആളുകൾ വന്നിരുന്ന് ദൈവവചനം കേട്ടു. ചില ദിവസങ്ങൾ അവർ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ആമേൻ. അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തയുണ്ട് കർത്താവിന്. നിന്റെ ഭക്ഷണത്തിൽ നിന്നെ മെനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന് നീ എന്ത് കഴിക്കുമെന്നുള്ളതിനെ കുറിച്ച് വിചാരമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കടഭാരം അവൻ അറിയാം, നിന്റെ ഭാരം അവൻ അറിയാം, നിന്റെ വേദന അവൻ അറിയാം, നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവൻ അറിയാം. നിനക്ക് ഭക്ഷണം വേണമെന്ന് ദൈവത്തിന് അറിയാം, നിനക്ക് വസ്ത്രത്തിന്റെ ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയപ്പെടട്ടെ. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നീ കാണും. ദൈവം നിന്റെ പ്രയോറിറ്റിയായി മാറുമ്പോൾ നീ ദൈവത്തിന്റെ പ്രയോറിറ്റി ആകുന്നത് കാണും. ചില വലിയ വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ചില വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാ. ദൈവം ചില വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ചില പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. പ്രിയ ദൈവ പൈതലേ, നീ ദൈവസ്ഥലിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാ. ആമേൻ. നീ അവന്റെ കാര്യം നോക്കുവാൻ ആമേൻ അവൻ നിന്റെ പ്രയോറിറ്റിയായി മാറ്റപ്പെടുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. നിനക്ക് വേണ്ടി വഴി തുറക്കും, നിനക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വെളിപ്പെടും. നീ വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവ് നിന്റെ ആവശ്യങ്ങളെ അറിയുന്നു, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ വകയൊക്കെയും ജാതികൾ ചിന്തിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. സ്വർഗസ്ഥനായ പിതാവ് ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. നിങ്ങളുടെ ആവശ്യത്തെ അറിയുന്നൊരു കർത്താവുണ്ട്. കരങ്ങളിലേക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നാം എല്ലാവരും ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബെന്നി ബ്രദർ ഇപ്പോൾ ദൈവസന്നിധാനം പ്രാർത്ഥിക്കുമല്ലോ.